ചരിത്ര സന്ദർശനത്തിൽ സാക്ഷ്യം വഹിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ക്ഷണപ്രകാരം ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയ്യിദിന് നിയോമിൽ ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. സൽമാൻ രാജാവും ഒമാൻ സുൽത്താനും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സാന്നിധ്യത്തിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ചയും നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ചരിത്രപരവും സുദൃഢവുമായ ബന്ധം അവലോകനം ചെയ്യുകയായിരുന്നു. സംയുക്ത സഹകരണത്തിനുള്ള സാധ്യതകളും വിവിധ മേഖലകളിൽ അവ മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള വഴികളും ചർച്ച ചെയ്തതായാണ് ലഭ്യമാക്കുന്ന വിവരം. നിശ്ചിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന തലങ്ങളിലേക്ക് പരസ്പര സഹകരണം വ്യാപിപ്പിക്കുന്നതിന്റെ എല്ലാ വശങ്ങളും ചർച്ചയിൽ വന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കൂട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കൂടുതൽ സുദൃഢമായ ബന്ധം ഉറപ്പുവരുത്തുന്നതിനുമുള്ള ഉപാധികളും ചർച്ചയിൽ ഉൾപ്പെടുത്തി. അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് ഒമാൻ ഭരണാധികാരി സൗദിയിൽ സന്ദർശനത്തിനായി എത്തുന്നത്. മേഖലയിലെ സുരക്ഷ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ എല്ലാ മേഖലകളിലുമുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും സംയോജനം സാധ്യമാക്കുന്നതിനും ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് സൗദി ആഭ്യന്തരമന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നായിഫ് വ്യക്തമാക്കുകയും ചെയ്തു. സൗദിയും ഒമാനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന്റെയും പരസ്പര ഐക്യത്തിന്റെയും ആഴം സന്ദർശനത്തിലൂടെ വ്യക്തമായെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇരുഹറാമുകളുടെ രക്ഷാധികാരി സൽമാൻ രാജാവിന് ഒമാൻ ഉന്നത ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തു. ഒമാന്റെ പരമോന്നത ബഹുമതിയായ അൽ സയ്യിദ് അവാർഡാണ് ഒമാൻ ഭരണാധികാരി സൽമാൻ രാജാവിന് സമ്മാനിച്ചത്. കൂട്ടത്തിൽ ഒമാൻ ഭരണാധികാരിയായിരുന്ന അബ്ദുൽ അസീസ് രാജാവിന്റെ മാലയും സമ്മാനിച്ചു. സൗദിയുടെ ഉന്നത ബഹുമതി കിങ് അബ്ദുൽ അസീസ് അവാർഡ് സൽമാൻ രാജാവ് ഒമാൻ ഭരണാധികാരി ഹൈതം ബിൻ താരിഖിനും സമ്മാനിക്കുകയായിരുന്നു. സൗദി ഒമാൻ ഏകോപന സമിതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുള്ള, ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി എന്നിവരുടെ നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. സൗദിയുടെ ഭാഗത്തു നിന്ന് പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സയ്യിദ് ബിൻ നായിഫ് ബിൻ അബ്ദുൽ അസീസ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോക്ടർ മസീദ് ബിൻ മുഹമ്മദ് അൽ ഐബാൻ, വാണിജ്യമന്ത്രി ഡോക്ടർ മാജിദ് ബിൻ അബ്ദുള്ള അൽ കസബി എന്നിവരും ഒമാന്റെ പ്രതിരോധ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ്, റോയൽ കോടതി ദിവാൻ മന്ത്രി സിയാദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി, റോയൽ ഓഫീസ് മന്ത്രി മുഹമ്മദ് അൽ നുമാനി, ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൻ ബുസൈദി എന്നിവരും സംബന്ധിച്ചു. നിക്ഷേപം ഉൾപ്പെടെ പുതിയ സഹകരണ മേഖലകൾ തുറന്ന് ഒമാനും സൗദിയും രംഗത്തെത്തി. സൽമാൻ രാജാവിന്റെ ക്ഷണപ്രകാരം ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയ്യിദ് റിയാദിൽ സന്ദർശനത്തിനെത്തിയതോടെ വിവിധ മേഖലകളിൽ പുതിയ ചക്രവാളം തീർക്കാനുള്ള ധാരണകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുകയുണ്ടായി. ഉഭയകക്ഷി സഹകരണത്തിനും പുറമെ മേഖലയുടെ സുരക്ഷ സംബന്ധിച്ചും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സുദൃഢമാക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടത്തി. പ്രാദേശികവും രാജ്യാന്തരവുമായ വിഷയങ്ങളിൽ ഏറെക്കുറെ സമാന കാഴ്ചപ്പാടുകൾ ഉള്ള ഇരു രാജ്യങ്ങളുടെയും ഭരണാധികാരികളുടെ കൂടിക്കാഴ്ച ഈ സമയത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. കഴിഞ്ഞ ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം ഒമാൻ ഭരണാധികാരിയുടെ ആദ്യ സൗദി സന്ദർശനം കൂടിയാകുന്നു ഇത്. പ്രാദേശിക സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടി ഇരു രാജ്യങ്ങളുടെ ഇടപെടൽ ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, ആരോഗ്യ രംഗത്തെ വെല്ലുവിളികൾ നേരിടുക എന്നതാണ് ഇതിൽ സുപ്രധാനം. ഒപ്പം ഭരണ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുകയും മാറ്റത്തിന്റെയും ആധുനികവൽക്കരണത്തിന്റെയും കൂടി സഞ്ചരിക്കുക എന്നതും വെല്ലുവിളിയാണ്. ഒമാൻ വിഷൻ 2040 സൗദി വിഷൻ 2030 സമാനമായ സമീപനങ്ങളും വ്യാപാര നിക്ഷേപ മേഖലകളിലെ അവസരങ്ങളും വാഗ്ദാനം ചെയ്യുകയുണ്ടായി. രാജ്യത്തിന്റെ വരുമാന സ്രോതസ്സുകൾ എണ്ണ ഇതര മേഖലകളിലേക്ക് വൈവിധ്യവത്കരിക്കാനും കൂടുതൽ സ്വകാര്യ നിക്ഷേപം ആകർഷിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുകയാണ് ഇരു രാജ്യങ്ങളും. ടൂറിസം, സമുദ്രഗതാഗതം, ഉൽപാദനം എന്നീ മേഖലകളിലെ സാമ്പത്തിക പങ്കാളിത്തവും വളർച്ചയും ഇരു രാജ്യങ്ങളും ലക്ഷ്യം വയ്ക്കുന്നു. സൗദിയും ഒമാനും തമ്മിലെ ചരിത്രപരമായ ബന്ധത്തിന്റെ ആഴവും ഭാവിയിലേക്കുള്ള കൈകോർക്കലുമാണ് പുതിയ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.